ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിവിധ പാർട്ടികളുടെയും മുന്നണികളുടെയൊക്കെ നിലപാട് സുവ്യക്തമാണ്. പക്ഷേ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എന്റിറ്റിയാണ്. ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് വരുന്ന ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഗവൺമെന്റ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ കേന്ദ്ര ഗവൺമെന്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ശംസി പറയുന്ന പോലെ ഏതെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞിട്ടല്ല അന്ന് UDF എതിർത്തത്. അന്ന് UDF പക്കാ രാഷ്ട്രീയം പറയുകയായിരുന്നു. എന്തായിരുന്നു രാഷ്ട്രീയം? ഇത് സംഘപരിവാറിന്റെ പ്ലാനാണ്, സംഘപരിവാറിനെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യരിക്കാനുള്ള പ്ലാനാണ് NEP PM ശ്രീ. അതിനടിപ്പെടുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പണം കിട്ടോ ഇല്ലയോ ഒന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങേയറ്റം രാഷ്ട്രീയം മാത്രം പറഞ്ഞത് ടീം UDF പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ലീഗ് പറഞ്ഞു, MSF, PK നവാസ് അവിടെ സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധിച്ചു. അടികൊണ്ട് വെള്ളം ഈ പറഞ്ഞ എന്താണ് വാട്ടർ ജലപീരങ്കി കൊണ്ട് വെള്ളമടിയേറ്റവരാണ്. ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം 5 SIT ഉണ്ടായി, 4-5 SIT ഇതിനോടകം ഉണ്ടായി. ഈ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കേരളയിൽ പദ്ധതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഈ പറയുന്ന കാഫർ സ്കീഷുള്ള SIT ഉണ്ടായി. PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് രാഷ്ട്രീയമായി പ്രഖ്യാപിക്കാൻ എന്താണ് ഇവർക്ക് പ്രയാസം? ഊമ്പി പോയി.